ഹലോ, എൻ്റെ പേര് സലീം എന്നാണ്. ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എൻ്റെ ഒരു ഇത്. അതായത് എൻ്റെ വൈഫ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നില്ല, കാരണം മാസ്കൊക്കെ വെച്ച് വാക്സിനൊക്കെ എടുത്ത്. ഇപ്പോൾ വൈഫിനൊരു 6 മാസത്തിന് മുമ്പേ ടൈപ്പ് 2 ഡയബറ്റിക് എന്ന് ഡിറ്റക്ട് ചെയ്തു. ഒരു രണ്ട് വർഷം മുമ്പേ ടൈപ്പ് 2 ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യുകയായിരുന്നു. ഒരു 6 മാസം വരെ പെട്ടെന്ന് ഭയങ്കര വേരിയേഷൻ വന്നു. ചെക്ക് ചെയ്തപ്പോൾ ടൈപ്പ് 1 ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്ത ഡോക്ടർ, എൻഡോക്രൈനോളജിസ്റ്റ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെയും IIDയിലെയും ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് സൈലൻ്റായിട്ട് കോവിഡ് വന്നതാണ്, അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ആയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഈ റിസർച്ച് ടീം ഉണ്ടെങ്കിൽ, കാരണം പുള്ളിക്കാർക്ക് വളരെ സഫർ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനൊരു കേസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, ആരെയാണ് നമ്മൾ അറിയിക്കേണ്ടത്? ഇതുവരെ അതായത് കോവിഡ് വാക്സിൻ കാരണം ഡയബറ്റീസ് ടൈപ്പ് 1 ആയാലും ടൈപ്പ് 2 ആയാലും ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് ഇതുവരെ ലോകത്തിൽ പ്രസിദ്ധീകരിച്ചായിട്ട് എൻ്റെ അറിവില്ല. പുള്ളി പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചതായിരിക്കാം. കോവിഡ് എന്ന് പറഞ്ഞത് നിങ്ങൾ കോവിഡ് വാക്സിനായിട്ട് തെറ്റിദ്ധരിച്ചായിരിക്കാം, കോവിഡ് എന്ന് പറഞ്ഞായിരിക്കാം. ഓക്കെ, വാക്സിൻ എന്ന് പുള്ളി പറഞ്ഞതാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പുള്ളി അങ്ങനെ പറഞ്ഞതാണെങ്കിൽ അത് തെറ്റാവാനാണ് സാധ്യത. വീണ്ടും ഞാൻ പറയുന്നു, എത്ര വലിയ തലതൊട്ടപ്പൻ പറഞ്ഞാലും അതിന് ശാസ്ത്രീയമായ എവിഡൻസ് വേണം. പുള്ളി അത് കറക്റ്റായിട്ട് പുള്ളിക്കത് അതുകൊണ്ടാണെന്ന് പുള്ളിക്ക് പറയാൻ യാതൊരു എവിഡൻസ് ഉണ്ടാവില്ല. എവിഡൻസ് ഇല്ലാതെ പുള്ളി വെറുതെ പറയാണ്. അങ്ങനെ നമ്മൾ ആർക്കും എന്ത് വേണേൽ പറയാലോ. പിന്നെ ഈ കോവിഡ് കാരണം, കോവിഡിന് ശേഷം ഏത് സിവിയർ വൈറൽ ഇൻഫെക്ഷനും അല്ലെങ്കിൽ സിവിയർ അല്ലാത്ത വൈറൽ ഇൻഫെക്ഷനും ശേഷം ടൈപ്പ് 1 ഡയബറ്റീസ് കുറച്ച് കൂടാനുള്ള സാധ്യതകളുണ്ട്. ചെറിയ പഠനങ്ങളുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ് കുറച്ച് കോവിഡ് കാലത്തും അതിന് ശേഷവും കുറച്ച് കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു പഠനമുണ്ട്. ഒരു പഠനമല്ല, കുറച്ച് പഠനങ്ങളുണ്ട്. പിന്നെ ആദ്യം ടൈപ്പ് 2 എന്ന് പറഞ്ഞു, പിന്നെ ടൈപ്പ് 1 എന്ന് പറഞ്ഞു, അങ്ങനെയല്ലേ? അല്ലേ? അതെ. അപ്പോൾ ടൈപ്പ് 2 എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു അസംഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സിൻ്റെ മുകളിലൊരു ഒരാൾ ഡയബറ്റീസ് ആയിട്ട് വരുന്നു. പ്രാഥമികമായിട്ടുള്ള കുറേ ലക്ഷണങ്ങളെല്ലാം കണ്ടിട്ട്, പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, ഓവർ വെയിറ്റ് ഉള്ള ആളാണോ, അങ്ങനെയെല്ലാം നോക്കി. ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, ഓവർ വെയിറ്റ് ഉണ്ട്, ഒരു വളരെ ഹൈ ബ്ലഡ് ഷുഗർ ഒന്നുമല്ല, സ്ലോ ആയിട്ട് കൂടി വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും ടൈപ്പ് 2 ആണെന്ന്. ഒരു 96-97% ഡയബറ്റീസും ടൈപ്പ് 2 ആണ്. അപ്പോൾ എല്ലാ കേസിലും ടൈപ്പ് 1 കണ്ടുപിടിക്കാനുള്ള ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാറില്ല. അത് കുറേ കോസ്റ്റ്ലി ടെസ്റ്റാണ്. ആദ്യം തന്നെ എല്ലാ ഡയബറ്റീസുകാർക്കും 4000 അല്ലെങ്കിൽ 10,000 രൂപ വരുന്ന ടെസ്റ്റ് എഴുതി അവർ നമ്മുടെ കഴുത്ത് പിടിക്കും. അതന്നെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എവിടെയാണ്? ഒന്ന്, ചെറുപ്പക്കാരിൽ ബിലോ 20 അല്ലെങ്കിൽ ബിലോ 30 ഡയബറ്റീസ്, ഫാമിലി ഹിസ്റ്ററിയേ ഇല്ല, വളരെ മെലിഞ്ഞൊരു വ്യക്തിയാണ്, വരുന്നത് വളരെ സ്ട്രോങ് ആയിട്ടാണ്, 400-500 ഷുഗറായിട്ട് മയങ്ങി വീണിട്ടൊക്കെയാണ് ആദ്യം ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നത്. പിന്നെ വേറെ ചില ഈ ഇവിടെ ഒരു കഴുത്തിലൊരു കറുത്ത പാട്, ഒരു വെൽവെറ്റി പാടുണ്ടെങ്കിൽ ടൈപ്പ് 2 ആണ്, അല്ലെങ്കിൽ ടൈപ്പ് 2 ആവില്ല. അങ്ങനെയൊക്കെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതെല്ലാം വെച്ചിട്ട് നമ്മൾ കുറച്ച് ഡയബറ്റീസുകാരിൽ മാത്രമേ ടൈപ്പ് 1 ടെസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഈ ടൈപ്പ് 2 അത് നമ്മൾ വിചാരിച്ച് മരുന്ന് തുടങ്ങിയിട്ട് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ടൈപ്പ് 1 ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ടൈപ്പ് 1 ആണെങ്കിൽ ഇൻസുലിൻ വേണ്ടി വരും. അതെ. അപ്പോൾ ടൈപ്പ് 2 ടൈപ്പ് 1 ആയതല്ല, ആദ്യം തന്നെ ടൈപ്പ് 1 ആയിരുന്നു. ടൈപ്പ് 1 ടെസ്റ്റ് അന്ന് ചെയ്തിരുന്നില്ല. ചെയ്യാതെ ഞാൻ ഡോക്ടറെ കുറ്റം പറയില്ല. കുറച്ച് മീൻസ് ടൈപ്പ് 2 എന്നുള്ളത് ആണ് യൂഷ്വൽ. ഞാൻ പറഞ്ഞില്ല, 96% അതാണ്. അപ്പോൾ ആ ഡോക്ടറുടെ ആദ്യത്തെ ഒരു നിഗമനത്തിൽ ടൈപ്പ് 2 എന്നതിനെ തോന്നിയെങ്കിൽ അതിൽ ഞാൻ വലിയ തെറ്റ് പറയത്തില്ല. അത് അപൂർവമായിട്ട് സംഭവിക്കാറുണ്ട്. അടുത്ത ചോദ്യം. ഭക്ഷണം തന്നെ മരുന്ന് ഭക്ഷണം, ഈ കാഴ്ചപ്പാട് ഇപ്പോഴും കാര്യമായിട്ടൊന്നുമില്ല. അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഭക്ഷണം തന്നെയാണ് മരുന്ന് തന്നെയാണ് ഭക്ഷണം എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഭക്ഷണം മാത്രമാണ് മരുന്നല്ല, ഒരു ഭക്ഷണവും മരുന്നല്ല. ചില രോഗങ്ങളിൽ നമ്മൾ ഭക്ഷണത്തിൽ ക്രമീകരണം നടത്താറുണ്ട്, അത്രേ ഉള്ളൂ. അത് എല്ലാത്തിനും ഉണ്ടല്ലോ, വെള്ളം കുടിക്കുന്നതിലും ക്രമീകരണമുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഭക്ഷണം കഴിച്ചു എന്ന് വെച്ചുകൊണ്ട് ഏതെങ്കിലും രോഗം മാറത്തില്ല. ഏതെങ്കിലും ഭക്ഷണം കഴിച്ചു, അത് ഭക്ഷണം മരുന്നാകുന്ന അങ്ങനെയാണല്ലോ. മരുന്നെന്ന് പറഞ്ഞാൽ ഒരു രോഗത്തിന് സ്പെസിഫിക് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് സാധനങ്ങളാണ് മരുന്ന്. ആ രീതിയിൽ ഒരു ഭക്ഷണത്തിനെ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. വൈറ്റമിൻസ് ഉണ്ട്, അത് മരുന്നായിട്ടാണല്ലോ കൊടുക്കുന്നത്, ഭക്ഷണമായിട്ട് കൊടുക്കുന്നില്ലല്ലോ. വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ഭക്ഷണമാവും, പക്ഷെ വൈറ്റമിനായിട്ട് നമ്മൾ ഒരു പെട്ടിക്കകത്ത് മാറ്റി കഴിയുമ്പം അത് പിന്നെ മരുന്നാണ്, സപ്ലിമെൻറ്റുകളാണ്. അപ്പോൾ അത് കുറവുള്ളവർക്ക് അത് കഴിക്കാം. അങ്ങനെ അല്ലാതെ ഇപ്പോൾ വെണ്ടയ്ക്ക ഒരു ഭക്ഷണമാകുന്നെന്നോ അല്ലെങ്കിൽ പാവയ്ക്ക ഒരു ഭക്ഷണമാണെന്നോ പറയാൻ പറ്റത്തില്ല. അങ്ങനെ
മരുന്നെന്ന് പറയാറില്ല. അതൊന്നും മരുന്നെന്ന് പറയാറില്ല. അത് ഭക്ഷണം മാത്രമാണ്, മരുന്നല്ല. സോറി. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ നമ്മൾ ഈ ധാരാളം അസത്യ പ്രചരണങ്ങൾ നമുക്ക് ചുറ്റും കാണാറുണ്ട്. അതിൽ കുറേയൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഈ അസത്യ പ്രചരണങ്ങളോട് നമുക്ക് എന്താണ് ഒരു പ്രതിരോധം? എങ്ങനെയാണ് നമുക്ക് വ്യക്തികളെന്ന നിലയിലും അതുപോലെ പൗരന്മാരെന്ന നിലയിലും എന്ത് പ്രതിരോധമാണ് നമുക്ക് തീർക്കാനുള്ളത്? ഞാൻ പറയുന്നത് നമ്മുടെ ബുദ്ധി ഓൺ ചെയ്ത് വെക്കാന്നാണ് സാർ ഞാൻ പറയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ഇപ്പോൾ വേറെ ആരും പറയാത്ത ഒരു സാധനം ഒരാൾ പറയുകയാണെങ്കിൽ അത് തെറ്റാവാനാണ് സാധ്യത. അപ്പോൾ നിങ്ങളൊരു ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ എന്തിനെങ്കിലും ഒരു ചികിത്സ നിങ്ങൾ പറഞ്ഞോളൂ. ആ ചികിത്സ നിങ്ങൾ വേറെ എവിടെയും ഇല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചില പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഇപ്പോൾ എറണാകുളം, ഇപ്പോൾ നമ്മൾ എറണാകുളത്തായിരിക്കുന്നത്, എറണാകുളത്തെ പ്രധാന ലിസി മെഡിക്കൽ ട്രസ്റ്റ്, അമൃത, ഇവിടെയൊന്നും ഇല്ലാത്തൊരു ചികിത്സ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾ ചെയ്തിട്ട് കംപ്ലീറ്റ് ശരിയാവുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാവാനാണ് 99.999% സാധ്യത. അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അങ്ങനെ ഭയങ്കരമായ ഗുണമുള്ള ചികിത്സയുണ്ടെങ്കിൽ ഇതെല്ലാം അതൊരു എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രം ഓട്ടോമാറ്റിക്കലി ഏറ്റെടുക്കും, അല്ലേ? ആധുനിക വൈദ്യശാസ്ത്രം ഓട്ടോമാറ്റിക് എടുക്കും, അത് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എന്ത് കേൾക്കുന്നതും അപ്പോൾ തന്നെ തള്ളിക്കളയാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ വയ്യെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കാര്യമായിട്ട് പഠിച്ചോളൂ. വെറുതെ പൊതുവെ എല്ലാവരും പറയുന്നത് ഡോക്ടർ അത് ചെയ്താൽ ശരിയാണോ, അത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ വലിയ അർത്ഥമില്ല. നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. ഇങ്ങനെ ഇപ്പോൾ അത് ചെയ്താൽ ഇത് ചെയ്താൽ, തുളസിയുടെ ഇല കഴിച്ചാൽ അല്ലെങ്കിൽ മറ്റേത് കഴിച്ചാൽ ഇത് കഴിച്ചാലൊക്കെ മാറുന്ന അസുഖങ്ങൾ ആണെങ്കിൽ ഇതൊന്നും ഇത്ര വലിയ പ്രശ്നമാവില്ലായിരുന്നു, അല്ലേ? ഇതിനൊക്കെ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് സഹിക്കില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ബുദ്ധി ഓൺ ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. സപ്ലിമെൻ്റ് ചെയ്യാൻ സാർ പറഞ്ഞ പോലെ ഇത് പ്രചരിപ്പിക്കാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം. അത്തരം സന്ദേശങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് അത് പ്രചരിപ്പിക്കാതിരിക്കുക. അതിൻ്റെ സോഴ്സ് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നവർക്ക് വെരിഫൈ ചെയ്യാം. ഇത്തരം അസത്യപ്രചരണങ്ങൾ നടക്കുമ്പോഴുള്ള പ്രശ്നം പലപ്പോഴും ആളുകൾ വളരെ വൈകി ചികിത്സ തേടുന്നതും നേരത്തെ കണ്ടെത്തേണ്ട പല രോഗങ്ങളും വളരെ വൈകുന്നതും ചികിത്സ മുടക്കുന്നതും ആയ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചികിത്സാ ചെലവ് കൂടും, മരണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ നോക്കുക. അതുപോലെ ഉത്തരവാദപ്പെട്ട മീഡിയകൾ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ, ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുകയും വാലിഡേറ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം മാത്രം വാർത്തകൾ കൊടുക്കുക. സെൻസേഷനലൈസ് ചെയ്ത് ഹെഡ്ലൈനുകൾക്ക് വേണ്ടി വാർത്തകൾ കൊടുക്കാതിരിക്കുക. പലപ്പോഴും പലരും അത് കേട്ട് വിശ്വസിക്കുകയും ഇത്തരത്തിൽ മരണവും അല്ലെങ്കിൽ ചികിത്സ വൈകുന്നതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളൊരു റിലേ സ്റ്റേഷനായിട്ട് വർക്ക് ചെയ്യാതെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഫാക്ട് ചെക്കിങ്, അതാണ് എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. കാര്യം നമുക്ക് ആരോഗ്യ സാക്ഷരത നമ്മൾ അങ്ങനെ ഒരെണ്ണമുണ്ട്. കാര്യം നമുക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പഠിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്വന്തം ശരീരത്തിനെ കുറിച്ചുകൂടെ നമ്മൾ പഠിക്കണം. സാക്ഷരത ഉണ്ടാക്കുക, ഫാക്ട് ചെക്ക് ചെയ്യുക. ഞാൻ നേരത്തെ ഒരെണ്ണം പറഞ്ഞല്ലോ, ടി വിയിൽ വന്നു മറന്നുപോയി എന്ന് പറഞ്ഞു. അത് പഴങ്കഞ്ഞിക്ക് കഞ്ഞിയേക്കാളും കൂടുതൽ മൂല്യമുണ്ടെന്നും അയൺ കൂടും പൊട്ടാസ്യം കൂടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെയിൻ സ്ട്രീം മീഡിയയിലാണ് വന്നത്, കേട്ടോ, ടി വിയിൽ വന്നു. അതുകൊണ്ട് അതൊരു മണ്ടത്തരം എന്നുള്ളത്. ഇപ്പം ഈ ഭക്ഷണത്തിലുള്ള മിനറൽസും വൈറ്റമിൻസും കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ല. ഇപ്പോൾ വെണ്ടയ്ക്കയിൽ എന്തെല്ലാം ഫൈറ്റോ കെമിക്കൽസ് ഉണ്ടെന്ന് ഗൂഗിൾ നോക്കിയാൽ കിട്ടും. മിക്കവാറും എല്ലാ ചെടികളുടെയും അതുണ്ട്. പിന്നെ പ്രയാസമൊന്നും ഇരിക്കുന്നത് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമല്ലേ ഉള്ളൂ. അവർ എത്ര മില്ലിഗ്രാം ഉണ്ട്, എത്ര മൈക്രോഗ്രാം ഉണ്ട്, അത് നമുക്ക് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളതൊക്കെ കിട്ടും. നമുക്ക് എല്ലാത്തിൻ്റെയും കിട്ടും. അത്ര ആവശ്യം. എക്സ്പേർട്സ് അവരാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഈ ആയുഷ് പ്രാക്ടീഷണേഴ്സ് അതിനകത്ത് വലിയ തോതിൽ വരുന്നുണ്ട്. അവരൊക്കെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് അത് പലപ്പോഴും പറയുന്നത്. ഈ സയൻസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സ്യൂഡോ സയൻസ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിപ്പം സയൻസ് ഇല്ലെങ്കിൽ സ്യൂഡോ സയൻസ് നിലനിൽക്കാൻ പറ്റത്തില്ല. അവർ നന്നായിട്ട് ഉപയോഗിക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ ആ ഒരു അലേർട്ട്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ മാജിക്കൽ റെമഡീസ് ആക്ട് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ റെമഡി സജസ്റ്റ് ചെയ്താലേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ചില പരസ്യങ്ങളിലൊക്കെ ഒരു സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻ്റ് ഉണ്ട്. അത് നമുക്ക് അതിനെ എതിർക്കാൻ പറ്റും. സെലിബ്രിറ്റി എൻഡോഴ്സ്മെൻറ്റ് വന്നിട്ട് ഞാൻ ഈ എണ്ണ തേച്ചു എനിക്ക് മുടി വളർന്നു എന്നൊരാൾ വന്ന് പറയുകയാണെങ്കിൽ നമുക്കതിനെ എതിർക്കാം. പക്ഷേ മുടി വളർന്ന ഒരാൾ പറയുകയാണ് എനിക്ക് ഇത് കൊണ്ട് ഗുണം കിട്ടിയെന്ന് പറഞ്ഞാൽ ഒന്നും പറയാം. അയാളുടെ അനുഭവമല്ലേ, അയാളുടെ മാത്രം അനുഭവമാണ്, മറ്റൊരാളിനില്ല. അതിൻ്റെ താഴെ എഴുതിയേക്കും ഇത് അയാളുടെ അനുഭവമാണെന്ന് എഴുതിയേക്കും. നമുക്ക് പരിപാടി കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നതുപോലെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്യുക,
നമ്മുടെ ബുദ്ധി തുറന്നു വയ്ക്കുക, നമ്മളൊരു റിലേ സ്റ്റേഷൻ പോലെ പ്രവർത്തിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഈ അസത്യ പ്രചരണങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പ്രതിരോധിക്കാനും അങ്ങനെ സാധിക്കും. ഈ പാനൽ ചർച്ചയിൽ പങ്കെടുത്ത പാനലിസ്റ്റിന് നന്ദി. ഈ ചോദ്യങ്ങൾ ചോദിച്ചവർക്കും ഇത് ഇത്ര നേരം ഈ ചർച്ച ശ്രവിച്ചവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു ഡോക്ടേഴ്സ്. ആധുനിക വൈദ്യശാസ്ത്രവും അന്ധവിശ്വാസ പ്രചാരണങ്ങളിലൂടെ അവസാനിക്കുകയാണ്. ഒരു പുരസ്കാര വിതരണത്തിനായി ആദ്യമായി ശ്രീ യു നന്ദകുമാർ ഡോക്ടർക്ക് TA ശിവൻ ഉപഹാരം നൽകുന്നു. അദ്ദേഹത്തെ വിനയപുരസരം ക്ഷണിക്കുന്നു. അടുത്തത് ഡോക്ടർ അരുൺ എന്നും ശ്രീ മണിമംഗലത്തിന് ഉപഹാരം നൽകിയതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ ശ്രീ ശിവൻചേട്ടനെ വിനയപുരസരം ക്ഷണിക്കുന്നു. അടുത്തതായി ഇത് നയിച്ച ഡോക്ടർ രാകേഷിന് മണിമംഗലത്തിന് ഉപഹാരം നൽകാൻ ക്ഷണിക്കുന്നു.